ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സാൾട്ട് ആൻഡ് പെപ്പർ മീഡിയയിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇത്തിരി തിരക്കായി ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കായി, ഈ ഓൺലൈൻ എക്സാമൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഏകദേശം കുറച്ചൊക്കെ വെള്ളം ഒന്ന് പൊങ്ങിയായിരുന്നു. വെള്ളം പൊങ്ങിയ സമയത്ത് ഇന്നലെ ഞാൻ വൈകുന്നേരം കുറച്ച് വീശാൻ പോയപ്പോൾ ഇത്തിരി പൊടിമീൻ കിട്ടി, കുറച്ച് കൂടുതൽ പൊടിമീൻ കിട്ടി. അപ്പോൾ പൊടിമീൻ വെച്ച് എന്താ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മീൻ പീര വറ്റിച്ച്, അത് അടിപൊളി ഐറ്റമാണ്. ഞാനപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ഐറ്റംസ് എല്ലാം അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ഓവറാക്കുന്നില്ല, നേരെ വീഡിയോട്ട് പോവുക. അതിന് മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം ഒന്ന് കാണുക. എൻ്റെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നതിൽ ഒരുപാട്, നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മീൻ പീര വറ്റിച്ചതാണ്. അപ്പോൾ മീൻ പീര വറ്റിച്ചതിന് വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷ് മീനാണ്. ഞാൻ ഇന്നലെ വീശാൻ പോയപ്പോഴാണ്, ഇവിടെ കുട്ടനാട് ഏരിയ ആയതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം പൊങ്ങി തുടങ്ങിയായിരുന്നു. ആ സമയത്ത് ഞാൻ ആറ്റിൽ വീശാൻ പോയപ്പോൾ കുറച്ചേറെ പൊടിമീൻ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പൊടിമീൻ വെച്ച് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മീൻ പീര വറ്റിക്കലാണ്. അപ്പം വറക്കുകയും ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി രസം എന്ന് വെച്ചാൽ ടേസ്റ്റ് എന്ന് വെച്ചാൽ മീൻ പീര വറ്റിക്കലാണ്. അപ്പം നമ്മൾ അത് ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ തലയും പാലും ഒക്കെ വെട്ടി കഴുകി എന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി നന്നായിട്ട് കഴുകി എൻ്റെ ചെതുമ്പലും അഴുക്കും എല്ലാം കളഞ്ഞെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് വേണ്ടത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേങ്ങാപ്പീരയാണ്. അപ്പം മീൻ പീര വറ്റിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് തേങ്ങാപ്പീരയാണ്. അപ്പോൾ ഞാൻ ഒരു തേങ്ങ ചിരണ്ടി പീരയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇത്തിരി ചുവന്നുള്ളി അതായത് കൊച്ചുള്ളി ലേശം എടുത്തിട്ടുണ്ട്, പിന്നെ കുടംപുളി എടുത്തിട്ടുണ്ട്, പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി അതും ലേശം എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്. ഞാനത് മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പച്ചമുളക് ലേശം കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പം ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് ഇനി നമ്മൾ മിക്സിങ് പരിപാടിയാണ്. അതിനായിട്ട് നമ്മളൊരു മൺചട്ടിയിലിട്ടിട്ടാണ് ഈ പരിപാടി എല്ലാം ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ അതെ മൺചട്ടി എടുത്തു, അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തിരുന്ന തേങ്ങാപ്പീര. അപ്പോൾ ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരുന്നത്, അതിൻ്റെ പീരയാണ് ഞാൻ ഇടുന്നത്, അതിടുക. അതിനകത്തേക്ക് പച്ചമുളക് ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നു. ഞാൻ 8 പച്ചമുളകുകളും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിടുന്നുണ്ട്. കാരണം മുളക് പൊടി ഒന്നും നമ്മളിതിനകത്ത് ചേർക്കാത്തത് കൊണ്ട് കുറച്ച് എരിവൊക്കെ കിട്ടണ്ടേ. ഇതിനകത്തേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചി. അതുപോലെ അതിനകത്തേക്ക് നമ്മുടെ ചുവന്നുള്ളി അഥവാ കൊച്ചുള്ളി, നമ്മളിതിനകത്ത് സവോളയും വേറെ കാര്യങ്ങളൊന്നും വഴറ്റി ചേർക്കുക ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് കൊച്ചുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. കൊച്ചുള്ളി ഞാൻ ഒരു 10-12ഓളം കൊച്ചുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതിനകത്ത് ചേർക്കുന്നുണ്ട്. എന്നാലും നല്ല ടേസ്റ്റും കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. ഇതിനകത്തേക്ക് നമ്മൾ കുടംപുളി ഇടുക. കുടംപുളി ഞാൻ ഒരു 4 കഷ്ണോളം കുടംപുളിയും ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. കുടംപുളിയാണ് നമുക്ക് ഇതിനകത്ത് പുളിയും കാര്യങ്ങളൊക്കെ തരുന്ന മെയിൻ സാധനം. കുടംപുളി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നല്ല മഞ്ഞ കളറിലാണ് നമ്മുടെ പീരക്കറി ഇരിക്കുന്നത്. അപ്പം മഞ്ഞൾപ്പൊടിയും അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളതിനകത്ത് ചേർക്കുന്ന ഇത്തിരി കറിവേപ്പില ഇട്ടു. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്യാനായിട്ട് ചെറിയൊരു നനവൊക്കെ കിട്ടാനായിട്ടാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ നാടൻ പച്ച വെളിച്ചെണ്ണ, നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ അതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കുക. എന്നാൽ ആ ഒരു വെളിച്ചെണ്ണയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് വെളിച്ചെണ്ണയ്ക്കകത്ത് വാടുകയോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് വെളിച്ചെണ്ണ ഇട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് കൈ കൊണ്ട് തന്നെ ഇതെല്ലാം മിക്സ് ചെയ്യുക. ഈ നമ്മളിട്ട ഇൻഗ്രീഡിയൻസ് മൊത്തം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു അതിൻ്റെ സത്ത് എല്ലാത്തിൻ്റെ എന്താ പറയുക എസൻസും കാര്യങ്ങളും എല്ലാത്തിനകത്തും പിടിച്ച് നന്നായിട്ട് ഞെരടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് വേറെ എന്താ പറയുക സ്പൂൺ വെച്ച് ഇളക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നേരെ മിക്സ് ചെയ്യുക, പിന്നെ മീനിടുക, അടുപ്പത്ത് വെക്കുക, തിളപ്പിക്കുക, കഴിക്കുക. ഇത് തന്നെ പരിപാടി. അപ്പോൾ ഞാൻ മീനെടുത്ത് അതിനകത്തേക്ക് ഇട്ടു. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു നമ്മുടെ മീൻ, അത് അതിനകത്തേക്ക് ഇട്ടു. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ഗ്രേവി വീണ്ടും അതിനകത്തിട്ട് ആ പീര അത് അതിനകത്തേക്കിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആകണം. ആ മീനിൻ്റെ അകത്തോട്ടെല്ലാം ഇതെല്ലാം ഇറങ്ങി അതിനകത്തൊന്ന് സോക്കായിരിക്കണം. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അത് ഇങ്ങനെ ഒന്ന് അമക്കി വെക്കുന്ന പരിപാടി നമ്മുടെ വീട്ടിൽ ഞാൻ സാധാരണ കണ്ടിട്ടുണ്ട്. ഈ പീരയൊക്കെ വെക്കുമ്പോൾ ഈ ഇതെല്ലാം ഒന്ന് ഗ്രേവി എല്ലാം സെറ്റായി കഴിഞ്ഞ് കൈ വെച്ച് ഇങ്ങനെ അമക്കി വെച്ചാലേ അതിനൊരു ഇതുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ അതേപടി തന്നെയാണ് ചെയ്തേക്കുന്നത്. കൈ കൊണ്ടൊന്ന് അമക്കി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ടോ എന്നൊരു ചെറിയ ഡൗട്ട് ഉള്ളതുകൊണ്ട് ലേശം വെള്ളം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അമക്കി വെക്കുക. ഞാൻ നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ സമയത്ത് ഞാൻ ഒരു കാര്യം വിട്ടുപോയാൽ ഇടാനും മറന്നുപോയി. കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഒരു 1/4 ടീസ്പൂണോളം 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ആ ഒരു എന്താ പറയുക
ചെറിയൊരു എരിവിൻ്റെ ഇതൊക്കെ ആ പീരയിലൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മുളക് ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഞാൻ കുരുമുളക് പൊടിച്ച് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കൈകൊണ്ട് എല്ലാം മിക്സാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ ഇത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മിക്സിങ് പരിപാടി കഴിഞ്ഞ് ഇനി അടുപ്പത്ത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. നന്നായിട്ട് വെന്ത് കിട്ടിയാൽ നേരെ നമുക്ക് ചോറുമായിട്ട് അകത്താക്കാം. ഓക്കെ, അപ്പോൾ അതെ ഞാൻ അടുപ്പത്ത് വെച്ചു, നന്നായിട്ടൊരു നന്നായിട്ട് മൂടി വെച്ചു. പിന്നെ നന്നായിട്ടൊന്ന് വേകണം. നന്നായിട്ട് ഇളക്കം തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഞാൻ തീ കത്തിച്ചു, നേരെ ഒന്ന് വേകാൻ വെക്കുവാണെങ്കിൽ കുറച്ച് ടൈം കാത്തിരിക്കാം. അപ്പോൾ അതെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കണം എന്തായി എൻ്റെ പരുവം. നന്നായിട്ട് എന്താ പറയുക, നല്ലൊരു മണം അടിക്കുന്നുണ്ട്. ഇത് മതി നമുക്ക്, എന്താ പറയുക, നല്ല അടിപൊളി ഒരു മണമാണ് അടിക്കുന്നത്. ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ വേകാൻ ചാൻസ് ഇല്ല, മീൻ കണ്ടിട്ട് വെന്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു പീര പോലെ ആവണം. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ 2 കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്തു. കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു നാടൻ ഫ്ലേവർ അതിന് കിട്ടത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ഇട്ടു. അപ്പം ഇനി ഞാൻ ഒന്നുകൂടി അടച്ച് നന്നായിട്ടൊന്ന് വേവിക്കാൻ പോവാണ്. ഇപ്പോൾ ഇത് തിളച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നുകൂടി ഞാൻ നന്നായിട്ട് മൂടിയിട്ട് അടയ്ക്കുകയാണ്. അടച്ചിട്ട് നന്നായിട്ട് വേവിക്കാൻ പറ്റുക. അപ്പം ഇത് ഏകദേശം നന്നായിട്ട് സെറ്റ് ആവട്ടെ. അപ്പം നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നാൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇത് അടച്ചു വെച്ചു. നന്നായിട്ടൊന്ന് വേകട്ടെ. ഓക്കെ, കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം എന്തായെന്ന്. അത് നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്, നല്ല മണമുള്ള നല്ല ആവി. അപ്പോൾ കാണുമ്പോൾ അറിയാം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. പിന്നെ തന്നാലും കുറച്ച് വെള്ളമുണ്ട്, അതും കൂടി ഇങ്ങനെ തിളച്ച് പോകുമ്പോഴത്തേക്കും അത് മാറിക്കോളും. നല്ല ഗ്രേവി ആയിട്ടാണ് നമുക്കുള്ളത്. സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനേ ഉള്ളൂ. ഇതേ നോക്കിയേ, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചോറിനുവാണെങ്കിലും ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ ഈ ഒരു കറി മതി നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ സൂപ്പർ അടിപൊളി സാധനമാണ്. നിങ്ങളെന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വലയുണ്ടെങ്കിൽ വീശി ഇഷ്ടംപോലെ മീൻ പിടിച്ച് കറി വെക്കാനേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ആലപ്പുഴക്കാരല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൊടിമീൻ കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി 100% എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്തായാലും നിങ്ങൾ വീട്ടിൽ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇത് മാത്രമേ ഉണ്ടാക്കി നോക്കുള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്, നമ്മുടെ മീൻ പീര പറ്റിച്ചത്. അപ്പോൾ ഇതുപോലുള്ള നല്ല പുതിയ വെറൈറ്റി വീഡിയോസ് ഇനിയും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ടിടാം. പോരാതെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം ഇതുപോലെ കിടുക്കാച്ച് വീഡിയോ ആയിട്ട് വരുന്നവരെ ആൽബിൻ സൈനിങ് ഔട്ട്. ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.